എൻസൈക്ലോവിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അറ്റൻഡൻസ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങളും വസ്തുതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നത് ബയോമെട്രിക് പഞ്ചിങ് മെത്തേഡ് രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ പുതിയ സമ്പ്രദായം അനുസരിച്ച് നമുക്ക് അറ്റൻഡൻസ് മൊബൈൽ ഫോണിലൂടെ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതിനായി നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും അത് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം നൽകുന്നതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. എംപ്ലോയി കോർണർ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് 8 അക്ക ഹാജർ രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനായി നമുക്ക് kerala.attendance.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ നമുക്ക് നിലവിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അക്കൗണ്ട് നിലവിലില്ലാത്തവർക്ക് ഒരു അക്കൗണ്ട് ലഭിക്കുന്നതിന് വേണ്ടി തുടരെ കൊടുത്തിരിക്കുന്ന പ്രക്രിയകൾ പിന്തുടരേണ്ടതാണ്. അതിനായി നമ്മൾ ആദ്യം ഈ വെബ്സൈറ്റിലൂടെ കയറുമ്പോൾ അതിന് തൊട്ട് താഴെ നമുക്ക് അക്കൗണ്ട് ഇല്ലേ എന്ന ഓപ്ഷൻ നമുക്ക് കാണാം. എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി 8 അക്ക ഹാജർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ID നൽകേണ്ടതാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്യാപ്ച കോഡ് നൽകുക ആദ്യം. അതിനുശേഷം നമുക്ക് ജീവനക്കാരുടെ മൂലയിലേക്ക് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം ഒരു OTP നമുക്ക് സൃഷ്ടിച്ചെടുക്കാവുന്നതാണ്. ശേഷം നിങ്ങളുടെ അക്കൗണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിവ് ഉപയോഗത്തിനായി ഒരു പാസ്വേഡ് സജ്ജീകരിക്കാൻ കഴിയുന്നതാണ്. ഈ പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് തന്നെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്ത് പുനഃസജ്ജീകരണപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും നോഡൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാർക്ക് ലോഗിൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ സിസ്റ്റം നമ്മളെ പുതിയൊരു എംപ്ലോയി കോർണറിലേക്ക് സ്വാഗതം ചെയ്യും. നിങ്ങൾക്ക് കാഴ്ച മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് മാറ്റുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് മറ്റ് 1-2 അനുബന്ധ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതിനകം സാധ്യതയുള്ള ഒരു OTP ആണെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ OTP നമുക്ക് ബാസിലേക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ബാസ് എന്ന് വെച്ചാൽ ബയോമെട്രിക്കൽ പഞ്ചിങ് സിസ്റ്റമാണ്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റെന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് 1800 111 555 എന്ന ഹെൽപ്പ് ഡെസ്കുമായി നമുക്ക് ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനമായും നമ്മളിവിടെ kerala.attendance.government.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ മനസ്സിലാക്കി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.